أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം കരുതിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ ആജ്ഞ, കൽപ്പന ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലും ധർമ്മനിഷ്ഠയും നന്മയും കാത്തുസൂക്ഷിക്കുക എന്നതാണ്. തിന്മയിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക എന്നതാണ് തഖ്വയുടെ താൽപ്പര്യം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സമകാലീന സമൂഹത്തിൽ എവിടെ നോക്കിയാലും നന്മയേക്കാൾ കൂടുതൽ ജനങ്ങൾ ആഭിമുഖ്യം പുലർത്തുന്നത് തിന്മയോടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏത് കാലത്തും ഇത്തരത്തിലുള്ള ഒരു ത്വര മനുഷ്യനിലുണ്ടായിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമാറത്തും ബിസ്സൂഅ് എന്ന് പ്രസ്താവിച്ചത് വിശുദ്ധ ഖുർആനിലുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനാണ് നിരപരാധിയായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ രാജാവ് കൽത്തുറുങ്കിലടച്ചത്. അദ്ദേഹം നിരപരാധിയാണെന്ന് അവസാനം തെളിയിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണിത്. മനുഷ്യ മനസ്സ് തെറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ്. അതിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ ആ തിന്മയും തെറ്റുമൊക്കെ വെടിഞ്ഞ് നന്മയുടെ പാത അവലംബിക്കാനുള്ള വിശ്വാസപരമായ കരുത്താണ് ഒരു മുഅ്മിന് ഈമാനിലൂടെ കിട്ടുന്നത്, ഒരു മുസ്ലിമിന് ഇസ്ലാമിലൂടെ കിട്ടേണ്ടത്. സൂറത്തു ഷംസിൽ അള്ളാഹു ഈ കാര്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖദ് അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ മുമ്പിൽ തെളിഞ്ഞ രണ്ട് മാർഗങ്ങളുണ്ട്: നന്മയുടെയും തിന്മയുടെയും, തഖ്വയുടെയും ഫുജൂറിന്റെയും, ധർമ്മയുടെ അധർമ്മത്തിന്റെ, നന്മയുടെ തിന്മയുടെ, സത്യത്തിന്റെ അസത്യത്തിന്റെ, നീതിയുടെ അതിക്രമത്തിന്റെ, ഇങ്ങനെയൊക്കെ രണ്ട് പാതകളുണ്ട്. അവിടെയാണ് മനുഷ്യൻ തന്റെ ഇച്ഛ, അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ആ നന്മയുടെ പക്ഷത്ത് നിലകൊള്ളാൻ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. മനുഷ്യൻ പലപ്പോഴും അങ്ങനെയാണ്. തിന്മയോട് ഒരു ആഭിമുഖ്യം മനുഷ്യനുണ്ട് എന്നത് സത്യമാണ്. ഖലീൽ ജിബ്രാൻ
അറിയപ്പെടുന്ന അറബി കവിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അൽ ഖൈറു ഫിന്നാസി മസ്നൂഉൻ ഇദാ ജുബിറു. ഖൈർ എന്ന് പറയുന്നത് വളരെയധികം നിർബന്ധിതാവസ്ഥയിൽ ചെയ്യണമെന്ന് ആജ്ഞാപിക്കപ്പെടുമ്പോഴും മനസ്സ് അവനോട് വിശ്വാസത്തിന്റെ ഭാഗമായി കീർത്തിക്കുമ്പോഴും സമൂഹത്തിൽ അതിനുള്ള പ്രേരണ ലഭിക്കുമ്പോഴും പല രൂപത്തിൽ ആ നിർബന്ധിത ഘട്ടത്തിലാണ് മനുഷ്യൻ ഖൈർ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വശറു ഫിന്നാസി ലാ യുഫ്നാ വഇൻ ഖുബിറു, ഷർറുണ്ടല്ലോ അത് മനുഷ്യ ജീവിതത്തിൽ നിന്നാണ് മാറിക്കൂല. അവൻ ഖബറടക്കപ്പെട്ടാൽ പോലും അവൻ ചെയ്ത ഷർറ് അവിടെ നിൽക്കും. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരു ഷർറിന് നമ്മൾ മുന്നിൽ നിന്നിട്ട് ആ ഷർറ് നാട്ടിലാണ്ട് പരക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഷർറേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അത് മാതൃകയാക്കി അനേകായിരം പേർ ആ ഷർറ് മാതൃകയാക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ആ കുറ്റത്തിൻ്റെ ഒരംശം ഈ മാതൃക കാണിച്ച് ഷർറിൻ്റെ മുന്നിൽ കൊടിയും പിടിച്ച് നിന്നോനാണ്ടാവുക. നഊദുബില്ല. ഖലീൽ ജബ്രാൻ പറഞ്ഞ വരികൾ ശ്രദ്ധേയമാണ്. അപ്പോ ആ നന്മ തിന്മകൾ വരുമ്പോ തിന്മ മാറ്റി നിർത്താൻ കഴിയുന്നുണ്ടോ? സമൂഹത്തിൽ തിന്മയ്ക്ക് വേണ്ടിയാണോ പലരും നിലകൊള്ളുന്നത് എന്ന് സംശയിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ ഒരു ദിവസത്തെ പത്രം എടുത്തു നോക്കിയാൽ അതിലൂടെ നമ്മൾ കാണുകയും വായിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്യുന്ന തിന്മകളുടെ വ്യാപനം എത്രയാണ്. ഒരൊറ്റ ദിവസത്തെ പത്രം എടുത്തു നോക്കിയാൽ അവിടെ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിച്ച നിരപരാധികളായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഭരണകൂടം നടത്തുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് പോലും. എന്തിനാണ് പള്ളികളുടെ അടിയിൽ അമ്പലമുണ്ട് എന്ന് പറയുന്നത്? അവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്? അതിൻ്റെ പേരിൽ അവിടെ കലാപങ്ങളും അതുപോലെ തന്നെ രക്തസാക്ഷികളും ഉണ്ടാകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അനാവശ്യമായി കലാപം സൃഷ്ടിക്കുക. രാജ്യത്ത് എത്ര പള്ളികളാണ് ഇന്ന് അതിൻ്റെ ചോട്ട് അമ്പലമുണ്ട്, അല്ലെങ്കിൽ ആരുടെയോ ലിംഗം അതിൻ്റെ ചോട്ട് പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? അവിടെ രക്തപ്പുഴ ഒഴുക്കണം. അങ്ങനെ ഒരു കുറച്ച് രക്തസാക്ഷികൾ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ഒരു 4 വോട്ട് കിട്ടുകയാണെങ്കിൽ അതിലൂടെ അധികാരത്തിലേറണമെന്ന ദുഷ്ടലാക്ക് എത്ര അടപ്പതിച്ച ചിന്തയാണെന്ന് നോക്കൂ നിങ്ങൾ. 1ഉം 2ഉം പള്ളികളാണോ? അല്ല, ഒട്ടേറെ പള്ളികൾ. ഇതൊക്കെ ഭരണകൂട ഭീകരതയാണ്. ആലോചിച്ച് നോക്കൂ, മണിപ്പൂരിലെ കലാപം. ഭരണകൂടത്തിന് അവിടേക്ക് തിരിഞ്ഞു നോക്കാനോ അവിടെ ശാന്തി സുസ്ഥാപിക്കാനോ സാധിച്ചിട്ടില്ല, മെനക്കെടുന്നില്ല. കൊല്ലുന്നവർ കൊല്ലട്ടെ എന്ന ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വികൃതമാക്കപ്പെട്ട രൂപത്തിലാണ് പല മൃതശരീരങ്ങളും കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ആ കിരാതമായ നടപടിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട രൂപത്തിൽ, ശരീരമാസകലം വെടിയുണ്ടകളേറ്റ രൂപത്തിൽ മൃതശരീരങ്ങൾ കണ്ടെടുക്കപ്പെടുന്നു. അതുതന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും തിന്മകൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമൂഹം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സത്യത്തെ അസത്യമായി പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ മുനമ്പ് വഖഫ് പ്രശ്നം നോക്കുങ്ങൾ. വഖഫിനെ പറ്റിയൊക്കെ കിരാതമെന്ന്, ഭീകരമെന്ന്, അധിനിവേശമെന്ന്, അനീതിയെന്ന് പറയാൻ ഈ ദുഷ്ടവർഗത്തിന്റെ നാക്ക് പൊങ്ങുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് സത്യത്തെ തമസ്കരിക്കാൻ ഈ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ. അതിൻ്റെ പിന്നിൽ നല്ല വർഗീയ കോമരങ്ങളുണ്ട്, എക്സ് മുസ്ലിമീങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരുണ്ട്. ഏത് തിന്മയുടെ പിന്നിലും ഇത്തരം ആളുകളുണ്ടാവും. കാരണം അവരാഗ്രഹിക്കുന്നത് തിന്മയാണ്.
അതുകൊണ്ട് തന്നെയാണ് അവർ ഇസ്ലാമിനെ വെറുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ കഴിഞ്ഞയാഴ്ചക്ക് മുമ്പ് ഓതിക്കേൾപ്പിച്ച ആയത്ത് നമ്മൾ സർവ്വസാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ് എന്ന് നമുക്കറിയാം. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഉമ്മത്തിന് വേണ്ട നിർദ്ദേശങ്ങളിൽ അവിടെ ഇഹ്സാനിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഇഹ്സാനിന്റെ നന്മയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. എല്ലാവിധ ഇഹ്സാനുകളുടെയും ഒരു സാകല്യം, അത് വിശ്വാസരംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ആചാരാനുഷ്ഠാന രംഗത്താണെങ്കിലും ഒക്കെ ഇഹ്സാൻ. നിസ്കരിക്കാൻ വരുമ്പോ ഈ മനുഷ്യർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവന്റെ കയ്യിൽ വല്ല ആയുധം ഉണ്ടെങ്കിൽ, എന്തിനാ ആയുധം? അത് അവര് സർവ്വസാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഒറ്റക്കിറങ്ങിയ ആളുടെ കയ്യിൽ ആയുധം ഉണ്ടാകാം, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ആയുധം കരുതാം. അത്തരം ഒരു കാലത്താണ് ഇസ്ലാമിന്റെ ഈ ആജ്ഞാപനം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ കയ്യിലുള്ള ആയുധത്തിന്റെ കൂർപ്പ്, ആ ഷാർപ്നെസ് മറ്റവന്റെ മേലെ തട്ടാതെക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇപ്പുറത്തേക്ക് പിടിച്ചിട്ട് വേണം നടക്കാൻ. എത്ര വലിയൊരു ഇഹ്സാനാണത്. താൻ മൂലം മറ്റൊരാൾക്കൊരു ഇടങ്ങേറുണ്ടാകരുത് എന്നർത്ഥം. നമ്മുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ അതേ രൂപത്തിലുള്ളതാണ്. പക്ഷെ മദ്യപിച്ച് മനുഷ്യന്മാർ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 4 ആളെ അങ്ങനത്തോനെ പിടിച്ചിട്ടാണ്ട് തൂക്കിക്കൊന്നാൽ പിന്നെ ആ കുടിച്ചോ വണ്ടി ഓട്ടാൻ തയ്യാറാകൂല. അവനാ ലഹരി കഴിഞ്ഞിട്ട് ഓട്ടിയാൽ മതി. എത്ര മനുഷ്യജീവനാണ് കവർന്നെടുത്തത് എന്ന് നോക്കൂ നിങ്ങൾ. നിയമലംഘനം നടത്തി വാഹനം ഓടിക്കുന്നവനും അതുപോലെ തന്നെ നിയമം പാലിക്കാതിരിക്കുന്നവനും ഒക്കെ ബാധകമായ കാര്യങ്ങളാണ് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, അബൂദാബിയിൽ ഇടക്കും തലക്കൊക്കെ ഖുതുബയിൽ ഹാദിസത്തുൽ മുറൂർ, ഖവാനീനുൽ മുറൂർ എന്ന് പറഞ്ഞിട്ട് ഖുതുബ വരാറുണ്ട്. ആളുകളെ ഉത്ബോധിപ്പിക്കുകയാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ഇസ്ലാമികമായ മര്യാദകളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇടക്കും തലക്കും ഒക്കെ ഈ ഖവാനീനുൽ മുറൂർ ഒരു ഖുതുബയുടെ വിഷയമായി അവിടുത്തെ ഔഖാഫ് മതകാര്യ മന്ത്രാലയം ഖുതുബയാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ ഇസ്ലാമില് മറ്റൊരുത്തന് യാതൊരുവിധ ഉപദ്രവവും സംഭവിക്കാതിരിക്കാൻ വേണ്ട കരുതലൊക്കെ ചെയ്യണം. കാരണം ഈ മുസ്ലിം എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ ഒരു മുഹ്സിനാണ്. അതാണ് ഇതിന്റെ ആകത്തുക. ശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായത്തിന്റെ തുടക്കമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സർവശക്തനായ അല്ലാഹു എത്ര അനുഗ്രഹപൂർണൻ. തബാറക് അല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ പടച്ച തമ്പുരാന്റെ കയ്യിലാണ് എല്ലാവിധ അധീശാധികാരവും ഉള്ളത്. ഈ മനുഷ്യൻ എന്തിനു കഴിയും? അവൻ എത്ര ദുർബലൻ. എന്നാൽ എല്ലാവിധ അധികാരത്തിന്റെയും അധിപൻ സർവശക്തനായ അല്ലാഹുവാണ്. അവൻ അനുഗ്രഹപൂർണനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഏതൊരു കാര്യത്തിനും കെൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. ആരാണ് ആ പടച്ച റബ്ബ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവരാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ. ജീവിതത്തെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് മരണം. കാരണം മരണം എന്നത് ഇല്ലായ്മയാണ്.
ആ ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യം ഹയാത്തിനേക്കാൾ മൗത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞത് അത്ര ഇടങ്ങേറുള്ള സംഗതിയല്ല, നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഒരു ക്ലോക്ക്, ആ ക്ലോക്ക് ഇങ്ങനെ അതിൻ്റെ ഓരോ സൂചിയും സെക്കൻഡും മിനിറ്റും മണിക്കൂറും ഒക്കെ കൃത്യമായി സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചെറിയ യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യന്ത്രം ചലിച്ചുകൊണ്ടിരിക്കാൻ ആവശ്യമായ ഒരു ചാർജ്, വൈദ്യുതി അതിനാവശ്യമുണ്ട്. ആ ഒരു ക്ലോക്ക് പോലും ചിന്തിച്ചാൽ അതിൻ്റെ ആ ചലനം സങ്കീർണമാണ്. ആ ക്ലോക്ക് നിൽക്കുക എന്നുള്ളതാണോ ചലിക്കുക എന്നുള്ളതാണോ ഇടങ്ങേറായ സംഭവം, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്, ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട സംഗതി? അത് ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, നിൽക്കുക എന്നുള്ള ഒരു ഇടങ്ങേറുള്ള സംഗതിയല്ല. നമ്മളെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ നമ്മുടെ ഹൃദയം ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മിടിപ്പ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ രണ്ട് മിടിപ്പിന് ഇടയിലുള്ള ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് മാത്രമാണ് അതിനൊരു റെസ്റ്റ് ഉള്ളത്. അല്ലാതെ ഒരാഴ്ചക്കോ ഒരു മാസത്തിനോ ആ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് ഒരു റെസ്റ്റ് ഇല്ല. സുബ്ഹാനല്ലാഹ്. അത് എന്നാണോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ചലിക്കാൻ തുടങ്ങിയത്, മരണം വരെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹയാത്തിനേക്കാളും മൗത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചു പറഞ്ഞത്. എന്നിട്ടൊരു കാര്യം പറയുന്നത്, ഇതൊക്കെ എന്തിനാണെന്നറിയോ? ലിയബ്ലുവക്കും, പഠിച്ചോ നിങ്ങളെ പരീക്ഷിക്കുക. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ നിന്ന് കർമ്മം നന്നാക്കി തീർക്കുന്നവൻ എന്ന് നോക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ ഇഹ്സാന് ആകുന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു കാര്യം, വഅൻഫിഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിൽ കൊണ്ടുപോയി ഇടരുത്. എന്ന് പറഞ്ഞാൽ നാശമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് പുകവലി ഹറാമാണ് എന്ന് സലഫു സ്വാലിഹികൾ അഭിപ്രായപ്പെട്ടുള്ളത്. കാരണം അതൊരു സൈലന്റ് സൂയിസൈഡാണ്, സ്വയം നാശത്തിലേക്ക് എടുത്തെറിയുന്ന പ്രവർത്തനമാണ്. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ അമിതമായ ഫാസ്റ്റ് ഫുഡും അതുപോലുള്ള മറ്റെല്ലാ നമ്മുടെ ഹാബിറ്റ്സും മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ മനുഷ്യനെ നാശത്തിലേക്ക് പതുക്കെ കൊണ്ടുപോയിരുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു നിയന്ത്രണം വേണം. വലാ തുൽഖൂ ഐദീകും ഇലാ തഹ്ലുക, ബിഐദീകും ഇലാ തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത്. വഅഹ്സിനു, ഖുർആനിന്റെ പ്രയോഗം, നിങ്ങൾ സുഹൃതവാന്മാരാകണം, പരമാവധി നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇഹ്സാനായിരിക്കണം ഒരു വിശ്വാസിയുടെ കർമ്മത്തിൽ മുന്തി നിൽക്കേണ്ടത്. പരമാവധി സുഹൃതം നിറഞ്ഞ പ്രവർത്തനങ്ങളാകണം അവൻ കാഴ്ചവെക്കുന്നത്. അതൊരു സംസാരം കൊണ്ടാണെങ്കിൽ പോലും. കാരണം അവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മഹത്തായ പ്രതിഫലം വാഗ്ദത്തം ചെയ്യുന്നത്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സുഹൃതം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായോ, ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവന്റെ റബ്ബിങ്കൽ അവന് അതിന് യഥാർത്ഥ പ്രതിഫലം ലഭിക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ കാര്യത്തിൽ ഭയപ്പെടാനില്ല, സങ്കടപ്പെടാനുമില്ല. ഇനിയും ഈ മുഹ്സിനീങ്ങളെ
പ്രത്യേകിച്ച് പുകഴ്ത്തി പറയുന്ന, അവർക്ക് നല്ല സൗഭാഗ്യമാണ് വരാനിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം സമീപസ്ഥമായിരിക്കുന്നത് മുഹ്സിനീങ്ങൾക്കാണ്, സുഹൃതവാന്മാർക്കാണ്. ഇങ്ങനെ ഇഹ്സാനിന്റെ മേന്മകൾ വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. തിന്മകൾ എവിടെയും ഇരുട്ടു പരത്തിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നന്മയുടെ വെട്ടവുമായി, നന്മയുടെ, കാരുണ്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെയൊക്കെ ആ വെളിച്ചവുമായി സമൂഹത്തിൽ ഒരു കെടാവിളക്കായി നിലകൊള്ളാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തക്കികളായി, മുഹ്സിനീങ്ങളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടെ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്പമൊരു ആശ്വാസം പകരുന്ന ദിനങ്ങളാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഫലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് അല്പനാളത്തേക്കെങ്കിലും ഒരു ആശ്വാസം കൈവന്ന ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയമാണിത്. ശാശ്വതമായ സമാധാനമാണ് ഫലസ്തീനിലെ പാവപ്പെട്ട ജനത ആഗ്രഹിക്കുന്നത്. പശ്ചിമേഷ്യയിൽ എപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവായി ഫലസ്തീൻ പ്രശ്നം നിൽക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാളിതുവരെ ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ വെടിനിർത്തൽ എത്ര കാലത്തേക്ക് നിൽക്കുമെന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ. ഒന്ന്, ഇസ്രായേലിന്റെ പക്ഷത്തു നിന്നാണ് വെടിനിർത്തലിന് യഥാർത്ഥത്തിൽ ഒരു നാടകം കളിയിലൂടെയാണെങ്കിൽ പോലും ആവശ്യം വന്നിട്ടുള്ളത്. ഇതുവരെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സായുധ ശക്തിയും ഉള്ള കക്ഷികൾ എന്ന് അഭിമാനിച്ചിരുന്ന ഇസ്രായേലും അമേരിക്കയുമൊക്കെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടിയിരിക്കുന്നു. അതിനേക്കാൾ എത്രയോ വീര്യം കുറഞ്ഞ ആളുകൾക്ക് മുമ്പിലാണ് അവര് അടിയറവ് പറഞ്ഞിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആവശ്യപ്പെട്ടിട്ട് തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന രൂപത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ച് ആ വെടിനിർത്തൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ശാശ്വതമാണെന്ന് കരുതിക്കൂടാ, അതിൽ ചതിയില്ല എന്ന് കരുതിക്കൂടാ, അതുകൊണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് കരുതിക്കൂടാ. അങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ മറുവശം ഇതാണ്. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ പരാമർശിക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികളെ ഉണർത്തിയതുപോലെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ശത്രുപക്ഷത്തിനും വലിയ മുറിവേറ്റിട്ടുണ്ട്, അവർക്കും നല്ല മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് കുറച്ചൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ഒരു സായുധ ശക്തി നടത്തിയ വളരെ ഹീനമായ
വംശഹത്യയും നരഹത്യയുമാണ് നമ്മൾ കണ്ടത്. അവിടെ ഒട്ടേറെ പേർ ശുഹദാക്കളായിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. അതേ സമയത്ത് ഈ സമയത്തൊന്നും ഇസ്രായേലിൽ സുഖമായി ഉറങ്ങിയിട്ടില്ല. കുറെ കാലമായിട്ട് പെരിച്ചാഴികളെപ്പോലെ ബങ്കറിൽ തന്നെയായിരുന്നു നെതന്യാഹുവും വേണ്ടപ്പെട്ടവരുമൊക്കെ. അവർക്കും പുറത്തിറങ്ങി നടക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. ആത്മാഭിമാനം ഉള്ള ഒരു ചെറുത്തുനിൽപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്നത് ആർക്കും മറക്കാനാകാത്ത ഒരു സത്യമാണ്. ഇനി അവർക്ക് തിരിച്ചു പോകാൻ വീടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ആർക്ക്? പാവപ്പെട്ട ഫിലിസ്തീനികൾക്ക്. മഹ്മൂദ് ദർവീഷിന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ടെന്റിന്റെ മുന്നിൽ ഒരു കൊച്ചു ബാലിക നിന്ന് മഹ്മൂദ് ദർവീഷിന്റെ കവിത ചെല്ലുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. ലാ തസ്അലിദ്ദാറ അമ്മൻ കാന യസ്കുനുഹാ അൽബാബു യഖ്ബറു അന്നൽ ഖൗമ ഖദ് റഹലു. ഈ വീട്ടിലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചറിയേണ്ടതില്ല. ആ വീട്ടിൽ ആരുമില്ല. ആ വീടുകളൊക്കെ തകർക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ള ആളുകളൊക്കെ ആ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അവരെ എന്നേക്കുമായി നീക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മാ അബ്ലഗു സുംത ലമ്മാ ജിഅതു അസ്അലുഹു സുംതുൻ യുആതിബു മൻ ഖാനുഹു വന്തഖലു. അവിടെ നിന്ന് കേട്ട ആ നിശബ്ദത ഉണ്ടല്ലോ, അത് ചോദിച്ചതിനുള്ള ഒരു കേവല ഉത്തരമല്ല. അവരൊക്കെ എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കപ്പെടുകയും അവരുടെ വീടുകളിൽ നിന്ന് കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. യാ താരിഖൽ ബാബി റിഫ്ഖൻ ഹീന തത്റുഖുഹു ഫഇന്നഹു ലം യഅദി ഫിദ്ദാറ അസ്ഹാബു. വീട്ടിൽ ആളുണ്ട്, ഇപ്പൊ തുറക്കുന്നു വിചാരിച്ചിട്ട് നീ പതുക്കെ ചെന്നിട്ട് മുട്ടേണ്ടതില്ല. അങ്ങനെ തുറന്നു തരാൻ ആ വീട്ടിൽ ആരുമില്ല. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇനിയൊരു വീടുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അവരെ സഹായിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ സഹായം അവരോട് മാനസിക ഐക്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശാശ്വതമായി ഖുദ്സിന്റെയും ഫിലസ്തീന്റെയും മോചനത്തിനു വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ്. നമ്മുടെ സഹോദരങ്ങളിൽ വന്നു ഭവിച്ച ആ വിപത്ത് എത്രയും പെട്ടെന്ന് നീങ്ങിക്കിട്ടാൻ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ശാശ്വതമായി ഖുദ്സിന്റെ മോചനം ലഭിക്കാനും നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ ബൈക്ക് അപകടത്തില് തലക്ക് സാരമായ പരിക്ക് പറ്റി വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മകൾ, എൻ്റെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ്, പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരന് പറ്റിയ അപകടത്തിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന്, മാരകമായ പരിക്കിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ ലഭിക്കാനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ആ സഹോദരന്റെ അപകടാവസ്ഥ തരണം ചെയ്ത് പരിപൂർണമായ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചെത്താനും ആ കുടുംബത്തിന്റെ സന്തോഷം വീണ്ടെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു നമുക്ക് ഏവർക്കും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദാരുണമായ പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحمنا بأنواع رحمتك يا أرحم الراحمين.